ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാധാ. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ആഴ്ച തിയേറ്ററിലെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രങ്ങളായിട്ടുള്ള ചിന്ന ചിന്ന ആസൈ, സീക്രട്ട് ഓഫ് കരിങ്ക, ബാലൻ, അതോടൊപ്പം തന്നെ സത്യത്തിൽ സംഭവിച്ച, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ ഹാപ്പിയുടെ റീ റിലീസ് വെർഷൻ. ഈ ചിത്രങ്ങളുടെ എല്ലാം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട്, ചിത്രത്തിന്റെ രണ്ടാം ദിനമായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ ചിത്രമുള്ള ഹാപ്പി ബി ഹാപ്പി എന്ന് പറയുന്ന അല്ലു അർജുൻ ചിത്രത്തിന്റെ 4K വെർഷൻ എന്തൊക്കെയാണ് റീ റിലീസിംഗിനെത്തി ചിത്രം കേരള ബോക്സ് ഓഫീസിൽ തകർപ്പൻ കളക്ഷൻ നേടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴത്തെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം ചിത്രത്തിന് ആദ്യ 7 ദിവസം കൊണ്ട് തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1,41,00,000 രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു മലയാള സിനിമയ്ക്ക് പോലും സ്വന്തമാക്കാൻ പറ്റാത്ത റെക്കോർഡാണ് ഒരു അല്ലു അർജുൻ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് രാംചന്ദ് റീസെന്റ് ഇറങ്ങിയ പിടി എന്ന് പറയുന്ന സിനിമയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു കളക്ഷൻ തന്നെ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. കാത്തിരിക്കാം ഫൈനലിനായിട്ട്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററിലെത്തിയ ചിത്രങ്ങളൊന്നാണല്ലോ പ്രശാന്ത് മോഹൻ അണിയിച്ചൊരുക്കിയ സത്യത്തിൽ സംഭവിച്ചെന്ന് പറയുന്ന സിനിമ. ചിത്രത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ദിലീഷ് പോത്തൻ, ജോണി ആന്റണി, ശ്രീകാന്ത് മുരളി, കോട്ടയം രമേശ്, ജോജി ജോൺ, TG രവി തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി പ്രശാന്ത് മോഹൻ ഡയറക്ട് ചെയ്ത ചിത്രമാണ് സത്യത്തിൽ സംഭവിച്ചെന്ന് പറയുന്ന സിനിമ. അത്യാവശ്യം നല്ലൊരു അഭിപ്രായമൊക്കെ സ്വന്തമാക്കിയ ചിത്രത്തിൽ എന്നാൽ ബുക്കിങ്ങിലും ബോക്സ് ഓഫീസിലും കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ചിത്രത്തിന്റെ ആദ്യ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 3,25,00,000 രൂപ സ്വന്തമാക്കിയ ചിത്രം രണ്ടാം ദിനത്തിലോട്ട് കടന്നപ്പോൾ പൂർണ്ണ പരാജയം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുക. എന്തെങ്കിലും കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളെ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി. അതോടൊപ്പം ഈ ആഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമാണല്ലോ ചിന്ന ചിന്ന ആസൈ എന്ന് പറയുന്ന സിനിമ. ഇന്ദ്രൻസും മധുബാലയും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നു എന്നത് തന്നെയായിരുന്നു ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ചിത്രം തിയേറ്ററിലോട്ടെത്തുമ്പോൾ ആദ്യ ദിനം വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. വർഷ വാസുദേവാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. ചിത്രത്തിൽ ഇന്ദ്രൻസിനും മധുബാലയ്ക്കൊപ്പം തന്നെ അപർണ ബാലമുരളി, തമ്പി രാമൈ, കാലേ വെങ്കട്, വിഷ്ണു അഗസ്ത്യ, സായി ജന്നി, ജാഫർ സാദിഖ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം ചിത്രത്തിന് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 18 ലക്ഷം രൂപ മാത്രം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 23 ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന് വലിയൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും രണ്ടാം ദിനം ബുക്കിംഗ് ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന് ഇന്നത്തെ കളക്ഷൻ പുറത്തുവരുമ്പോൾ ഏകദേശം 30 മുതൽ 40 ലക്ഷത്തിനടുത്തുള്ള ഒരു തുക കണ്ടെത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം മികച്ചൊരു ഫീൽ ഗുഡ് എന്റർടൈനർ ആയിട്ട് മാറുകയാണ്. അതോടൊപ്പം ഈ ആഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമാണല്ലോ ധ്യാൻ ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രമെത്തിയ സീക്രട്ട് ഓഫ് കരിങ്ക എന്ന് പറയുന്ന സിനിമ. ധ്യാൻ ശ്രീനിവാസനോടൊപ്പം തന്നെ അൽതാഫ് സലീം, റിയാസ് ഖാൻ, നിതിൻ പരമേശ്വരൻ, മാളവിക മേനോൻ, മറീന മിഷേൽ കുരിശിൻകൽ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടെത്തിയ ചിത്രം സനീഷ് ഉണ്ണികൃഷ്ണനായിരുന്നു തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ധ്യാന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചിത്രത്തിൽ എന്നാൽ ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല. ധ്യാന്റെ റീസെന്റ് ചിത്രങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മികച്ച ചിത്രം എന്ന ലേബൽ സ്വന്തമാക്കിയ ചിത്രത്തിന് എന്നാൽ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 20 ലക്ഷത്തിന് മുകളിലുള്ള ഒരു കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. രണ്ടാം ദിനത്തിലും കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും തന്നെ ചിത്രത്തിന് ഉയർത്താൻ സാധിച്ചിട്ടില്ല. ഇന്നും കളക്ഷൻ ഇടിയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടെന്നേ. ഇതൊക്കെയാണ് ധ്യാന് ഇനി ശക്തമായിട്ടുള്ള തിരിച്ചുവരവിനായിട്ട് മറ്റൊരു ചിത്രത്തിനായിട്ട് കാത്തിരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ വീണ്ടും ബോക്സ് ഓഫീസിൽ കത്തിക്കയറാനും ഉയർത്തെഴുന്നേൽക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ പറ്റത്തില്ല. കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമാണല്ലോ ബാലൻ എന്ന് പറയുന്ന സിനിമ. മഞ്ഞമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം ചിദംബരം അണിയിച്ചൊരുക്കിയ ചിത്രം ഇപ്പോഴത്തെ കേരള ബോക്സ് ഓഫീസിൽ വൻ തരംഗമായിട്ട് മാറുകയാണ്. നവാഗതയായിട്ടുള്ള ഫർസാന പാരത്തിങ്കൽ നായികയായിട്ടെത്തിയ ചിത്രത്തിൽ ആദിശേഷൻ, സിനാൻ, ജീൻബോൾ രാജ്, ഗിരീഷേടി, ടൊവിനോ തോമസ് തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിട്ടുള്ളത്. ജിത്തു മദൻ തിരക്കഥ രചിച്ച ചിത്രത്തിൽ സുഷിൻ ശ്യാമാണ് മ്യൂസിക് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നമ്പർ 1 ആയിട്ട് തുടരുകയാണ്. എന്തൊക്കെയാണ് നവാഗതർ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ കത്തിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 2 കോടി രൂപയോളമാണ് ചിത്രം ആദ്യ കേരള ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന് GCCയിലും വലിയൊരു മുന്നേറ്റം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം GCC കളക്ഷൻ ഏകദേശം 1 കോടിക്ക് മുകളിൽ പോയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആദ്യ ദിനം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം 3 മുതൽ 5 കോടി രൂപ വരെ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ടാം ദിനമായിട്ടുള്ള ചിത്രത്തിന് ഇന്നും കളക്ഷൻ നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പാണ് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നല്ലൊരു മുന്നേറ്റം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ചിത്രം രണ്ടാം ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഒരുപക്ഷെ 2 മുതൽ 3 കോടി രൂപ വരെ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം മലയാളത്തിലെ എക്കാലത്തെ മികച്ച ക്ലാസിക് ത്രില്ലർ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറുമെന്ന് തന്നെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇതൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളെ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി. അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോൾ മികച്ച മുന്നേറ്റം നടത്തി മുന്നേറുന്ന ചിത്രങ്ങൾ.
അതോടൊപ്പം തന്നെ അർജുൻ ചിത്രം ബ്ലാസ്റ്റ്, അതോടൊപ്പം തന്നെ ലാലേട്ടൻ ചിത്രം ദൃശ്യം 3യും ഒബ്സഷൻ എന്ന് പറയുന്ന ഹോളിവുഡ് ചിത്രം മികച്ച മുന്നേറ്റങ്ങൾ തന്നെ ഇപ്പോഴും കാഴ്ചവെക്കുന്നുണ്ട്. അർജുൻ ചിത്രം ഇതിനോടൊപ്പം തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 75 കോടി രൂപയോളം സ്വന്തമാക്കിയപ്പോൾ ലാലേട്ടൻ ചിത്രം ദൃശ്യം 3 ആദ്യ 4 ആഴ്ച പിന്നിട്ട് 30 ദിവസത്തിലോട്ട് കിടക്കുമ്പോൾ 239 കോടി രൂപ സ്വന്തമാക്കി. അതേസമയം ഒബ്സഷൻ എന്ന് പറയുന്ന ഹോളിവുഡ് ചിത്രം ഇതിനോടൊപ്പം തന്നെ ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് 100 കോടി പിന്നിട്ടിട്ടുണ്ട്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം 2800 കോടി രൂപയോളം സ്വന്തമാക്കിയ ചിത്രം ഈ ഒരു വർഷത്തെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട്. എന്തൊക്കെയാലും അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ എല്ലാം തന്നെ സ്കാനിംഗ് പോലത്തെ പ്രമുഖ ട്രാക്കിംഗ് അനലിസ്റ്റുകൾ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരമുള്ള കളക്ഷൻ റിപ്പോർട്ടുകളാണ് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ ഈ ഒരു ചിത്രങ്ങളെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ ഞായറാഴ്ച എത്രത്തോളം വലിയ തുകകൾ കണ്ടെത്തുന്നത് കണ്ടുതന്നെയറിയാം. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങളും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളും ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.